പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ കനത്ത തിരിച്ചടിയുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ എടുത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെയാണ് കനത്ത തിരിച്ചടിയുമായി ഇന്ത്യ രംഗത്തെത്തിയത്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന 2.5 മണിക്കൂർ നീണ്ട സുരക്ഷാ സമിതി യോഗത്തിൽ തീരുമാനിച്ചത്. അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു. നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരുടെയും വിസ റദ്ദാക്കി. എല്ലാ പാക് പൗരന്മാരും 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്നും ഇനി പാക് പൗരന്മാർക്ക് വിസ നൽകില്ലെന്നും യോഗത്തിൽ തീരുമാനിച്ചു. സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ച എല്ലാ പാകിസ്ഥാൻകാരുടെയും വിസ റദ്ദാക്കി. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാജ്യം വിടാൻ ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 55-ൽ നിന്ന് 30 വെട്ടിക്കുറക്കാനും തീരുമാനമായി. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ ഇത്ര കടുത്ത തീരുമാനമെടുക്കുന്നത് ഇതാദ്യമായാണ്. 2.5 മണിക്കൂറോളം നീണ്ട സുരക്ഷാ സമിതി യോഗത്തിനൊടുവിലാണ് തീരുമാനം പുറത്തുവന്നത്. നയതന്ത്ര കാര്യാലയത്തിൽ ഏതാനും ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നതൊഴിച്ചാൽ പാകിസ്ഥാനുമായി ഇനിയൊരു ബന്ധത്തിനുമില്ല എന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.